കോഴിക്കോട് സ്വകാര്യ ബസ് മറിഞ്ഞ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. എ കെ ലതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ്, എവിടെയാണ് ഈ അപകടം? അരയിടത്ത് പാലം ഫ്ലൈ ഓവറിന് മുകളിലാണോ? ഏത് രീതിയിലായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്? ഓഫീസ് ടൈമും സ്കൂൾ വിടുന്നതൊക്കെ ഒരു സമയമാണ്. നിരവധി ആളുകൾ ബസ്സിലുണ്ടാകാൻ സാധ്യതയുമുണ്ട്. വിനിഷ 4:10 കൂടിയാണ് ഈ അപകടം നടന്നത്. അരയിടത്ത് പാലം ഫ്ലൈ ഓവർ ഇറങ്ങുന്ന ഏറ്റവും അവസാനിക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. ഒരു ബൈക്കിനെ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട ബസ് സൈഡിലുള്ള ഈ ഫ്ലൈ ഓവറിന്റെ കൈവരിക്ക് തട്ടിയ ശേഷം ഒരു വശത്തേക്ക് ചരിഞ്ഞു വീഴുകയായിരുന്നു. 25 പേർക്കാണ് പരിക്കേറ്റത് എന്നാണ് നമുക്ക് പോലീസുകാരിൽ നിന്നും ലഭിക്കുന്ന വിവരം. വളരെ തൊട്ടടുത്ത് തന്നെ ബേബി മെമ്മോറിയൽ ആശുപത്രി ഉള്ളതിനാൽ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് പരിക്കേറ്റവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില ആരുടേതും ഗുരുതരമല്ല എന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് നിന്ന് മുക്കം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലിയമോൾ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും വൈകിട്ടാണ് റോഡ് നഗരം വലിയ ബ്ലോക്കിൽ പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം ബസ് പരമാവധി വേഗത്തിൽ ഇവിടെ നിന്നും റൂട്ടിൽ നിന്നും മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ക്രെയിൻ ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. ബസ് അടിയന്തരമായി തന്നെ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിലാണ് പോലീസ് ഏർപ്പെട്ടിരിക്കുന്നത്. 25 പേർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ കുറച്ചുപേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ബാക്കിയുള്ളവർ ബേബി മെമ്മോറിയൽ തൊട്ടടുത്ത് തന്നെയുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുമാണുള്ളത്. കൂടുതൽ പേർ ബസ്സിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും വലിയ പരുക്ക് ആർക്കുമില്ല എന്നത് ആശ്വാസം തന്നെയാണ്. തീർച്ചയായും ലതീഷ്, അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അപകടത്തിൽ ആർക്കും ഗുരുതര പരുക്കില്ല എന്നത്. പക്ഷേ നിരവധി പേർക്ക് പരിക്കേൽക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത് ആ കൈവരിയുടെ ആ ഭാഗത്തു നിന്ന് സർവീസ് റോഡിലേക്ക് ബസ് വീഴുമ്പോൾ അധിക താഴ്ചയിലേക്ക് അല്ലെങ്കിൽ പോലും താഴ്ചയിലേക്ക് തന്നെയാണ് ബസ് മറിഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, നിരവധി ആളുകൾ യാത്രക്കാരായി ആ ബസ്സിൽ ഉണ്ടാകാൻ ഉള്ള ഒരു സമയം കൂടിയാണ്. സ്കൂൾ വിടുന്ന സമയമാണ്, ഓഫീസ് വിടുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ചും മുക്കം ഭാഗത്തേക്ക് നിരവധി ആളുകൾ ബസ് യാത്രികരായി ഈ സമയത്തൊക്കെ ബസ്സിലുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായും കൂടുതൽ പേർ ബസ്സിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബസ്സിന്റെ ഒരു കിടപ്പ് കാണുന്നത് പോലുള്ള വലിയ പരുക്ക് ആർക്കും ഏറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. ആ നിലയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിപ്പോൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് കൂടിയാണ്. മാവൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. മുക്കത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത് 2 വീലറിൽ ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ ബസ് നിയന്ത്രണം വിട്ട് മറയുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. 25 പേർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ബസ് റോഡ് ബ്ലോക്കായി തന്നെ കിടക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തിരക്ക് പിടിച്ച ഒരു സമയം കൂടി ആയതിനാൽ വളരെ വേഗത്തിൽ ഇവിടെ നിന്നും ബസ് എടുത്തു മാറ്റുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആളുകളെ മുഴുവനായി പരിക്കേറ്റവരെ ഇതിനകം തന്നെ മുഴുവനായി സ്വകാര്യ ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ തന്നെയാണ് കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വിനിഷ, അതായത് ഫ്ലൈ ഓവർ റോഡ് ഇപ്പോൾ സ്തംഭിച്ചിരിക്കുകയാണ്. സർവീസ് റോഡ് വഴിയാണ് ഇപ്പോൾ നടക്കുന്ന ഗതാഗതം. തീർച്ചയായും സർവീസ് റോഡ് ഫ്ലൈ ഓവർ റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ആയിക്കൊണ്ടാണ് ബസ് ഇപ്പോൾ റോഡിൽ കിടക്കുന്നത്. ഇരുഭാഗത്തുകൂടെയുമുള്ള സർവീസ് റോഡ് വഴിയാണ് ഗതാഗതം കടത്തിവിടുന്നത്. വൈകിട്ട് അതിനാൽ തന്നെ വലിയ രൂക്ഷമായ ഗതാഗത കുരുക്ക് നഗരത്തിൽ അനുഭവപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. പരമാവധി വേഗത്തിൽ ബസ് എടുത്തു മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനകം തന്നെ പരിക്കേറ്റവരെ മുഴുവനായി ആശുപത്രികളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 25 പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വിനിഷ, ഈ അപകടത്തിൽപ്പെട്ട ബസ്സിൽ നിന്ന് മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ ലതീഷ്? തീർച്ചയായും മുഴുവൻ ആളുകളെയും ഇതിനകം തന്നെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടന്നിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അത് കൂടുതൽ പരിശോധിച്ച ശേഷമായിരിക്കും നമുക്ക് അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും ഒരു 2 വീലറിൽ ഇടിച്ചതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതിനുശേഷമാണ് ബസ് നിയന്ത്രണം വിട്ട് മറയുന്ന സാഹചര്യം ഉണ്ടായത്. പരിക്കേറ്റവരെ ഇതിനകം തന്നെ മുഴുവനായി ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ സ്വകാര്യ ആശുപത്രിയുണ്ട്. ഒരു 8 കിലോമീറ്റർ മാറി മെഡിക്കൽ കോളേജുമുണ്ട്. പരിക്കേറ്റവരെ കുറേ പേരെ മെഡിക്കൽ കോളേജിലേക്കും ബാക്കിയുള്ളവരെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്കും വളരെ വേഗത്തിൽ തന്നെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലതീഷ്, ഈ പരിക്കേറ്റവരിൽ ബസ് ജീവനക്കാരടക്കമുണ്ടോ? ബസ് ജീവനക്കാരുടെ ആരുടെങ്കിലും പ്രതികരണങ്ങളോ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഈ ബസ്സിൽ യാത്ര ചെയ്തവരെല്ലാം തന്നെ പരിക്കേറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ?
സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും നമുക്ക് പ്രതികരണങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ബസ് യാത്രികരായിട്ട് ആരുടെയെങ്കിലും? തൊട്ടടുത്ത് നമ്മുടെ ആളുകൾ ഈ ബസ് ഉയർത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തു നിന്നുള്ള ആളുകളെയെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ദൂരെയാണ് ആളുകൾ ഉള്ളത്. ദൃക്സാക്ഷികളോട് നമുക്ക് വിവരങ്ങൾ ചോദിക്കണമെങ്കിൽ അല്പസമയം കൂടി കാത്തു നിൽക്കേണ്ടതായി വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ബസ് ഉയർത്താനുള്ള നടപടികൾ എന്നുള്ള നിലയിൽ ആളുകളെ പരമാവധി ഈ പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആളുകളെ പരിക്കേറ്റവരെ ഇതിനകം തന്നെ നേരത്തെ തന്നെ ഒരു 10-15 മിനിറ്റിനകം തന്നെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിക്കുകയും ആളുകളെ വളരെ വേഗത്തിൽ ആശുപത്രികളിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 25 പേർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ബസ് അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് എടുത്തു മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച് ബസ് എടുത്തു മാറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും അതേപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വിനിഷ. ശരി ലതീഷ്.